വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഉത്സവത്തിൻ്റെ 3-ാം ദിവസത്തെ വ്ളോഗാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ എനിക്ക് കണ്ണിന് ഭയങ്കര വേദന ഉണ്ടായിരുന്നു, എന്താണെന്ന് അറിയത്തില്ല. അപ്പം രാവിലെ നമ്മൾ കഴിക്കുകയാണ്. രാവിലെ ഇഡലി ഉണ്ടായിരുന്നു. കഴിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം അച്ചാമ്മയുടെ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അവിലും മലരും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. എനിക്ക് അവിലും മലരിൽ പഴം കൂട്ടി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഞാനും സരികയും കൂട്ടിയിട്ടാണ് അത് കഴിച്ചത്. അപ്പം ഞാൻ ഇതിൽ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് കുറച്ച് കൊണ്ടുവന്നു. അപ്പോൾ സരിക അതിൽ കിടന്ന് കൽക്കണ്ട് പിടുത്തം നിങ്ങൾക്ക് കൊണ്ടുവരുന്നു. അപ്പം ഭാവിയിലെ ഒരു യൂട്യൂബർ ആവാൻ ഇവക്കും ചാൻസ് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് മാംഗോ ജ്യൂസ് കുടിച്ചു. ഉണ്ടാക്കിയതാണ്, മാമ്പഴം വെച്ചിട്ടുണ്ടാക്കിയ ജ്യൂസായിരുന്നു കുടിച്ചത്. പിന്നെ ഈ വർഷത്തെ ഫ്രഷ് മാംഗോ ആണിത്. ഫസ്റ്റ് ഫ്രഷ് മാംഗോ ആണ്, അല്ലാതെ കടയിൽ നിന്ന് വാങ്ങുന്നതൊക്കെ നമുക്ക് കിട്ടും, അല്ലാതെ നമ്മുടെ നാട്ടു മാമ്പഴം ഇല്ലേ, അതാണിത്. അപ്പം നമ്മുടെ ഈ വർഷത്തെ ഫസ്റ്റ് മാംഗോ ആണിത്. അപ്പം നമ്മൾ അതും കഴിച്ചിട്ടുണ്ട്. പിന്നെ ധീരുവിനും കുറച്ച് മാംഗോ ജ്യൂസ് കൊടുത്തു, പക്ഷെ അത് മൊത്തം വെള്ളമായിപ്പോയി. അപ്പം അതവരെന്തോ കംപ്ലൈൻറ്റ് പറയുകയാണ് അവിടെ നിന്നിട്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങി. ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്, ഞങ്ങളുടെ അച്ചാമ്മയുടെ അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ അമ്പലത്തിലേക്ക്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 10 സ്റ്റെപ്പേ ഉള്ളൂ അമ്പലത്തിലേക്ക്. അപ്പം ഞാൻ വീണ്ടും നെയിം പാക്ക് ഇട്ടിട്ടുണ്ട്, കാരണം ടാക്സ് പോയിൻറ്റ്സ് ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം ഇന്നും അതേ റീസൺ കൊണ്ടാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഞാൻ കുളിച്ച് പിന്നെ ഗൗരി വന്ന് പിന്നെ അവളെ ഒന്ന് റെഡിയാക്കിയിട്ട് ഞാനും ഒന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ മേക്ക് ഓവർ എങ്ങനെയുണ്ട് ഗൈസ്? പിന്നെ ഞാനും ഗൗരിയും കൂടിയിട്ട് അച്ചാമ്മയുടെ അങ്ങോട്ട് പോയി. അവിടെ പോയി ശൈലേമ്മ, ധീരു, സരിക, സഞ്ജന അവരെല്ലാമായിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് അമ്പലത്തിലേക്ക് വന്നു. എന്തിനാണോ അങ്ങോട്ടും നടക്കുന്നതെന്ന് അറിയില്ല, ചുമ്മാ പോയിട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി വന്നിട്ട് അമ്പലത്തിൽ കയറി. പിന്നെ ഇന്ന് പറയുന്നത്, ഇന്ന് 3-ാം ഉത്സവത്തിൽ ദേവി ജനിക്കുന്ന ആ ഒരു കാര്യങ്ങളാണ് പാട്ടിൽ മൊത്തം പറയുന്നത്. ഇന്നത്തെ പാട്ട് എനിക്കൊരു ഫുൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മളൊരു പാട്ട് ഒരാളുടെ വോയിസ് കേട്ട് പകുതി വരെ അയാളുടെ വോയിസ് കേട്ടിട്ട് ബാക്കി പകുതി മൊത്തം വേറെ ആൾ പാടുമ്പോൾ നമുക്ക് ഒരു കൊള്ളില്ലെന്ന് തോന്നില്ല ഗേസ്. അതേ ഉള്ളൂ ഇവിടെയും. പക്ഷേ അവർ പാടിയതൊക്കെ നല്ലതായിരുന്നു. പക്ഷെ ഒരു പുതിയതായിട്ട് ഒരാൾ വന്നപ്പം അവിടെ അവരുടെ വോയിസ് മൊത്തം ബ്രേക്കായിട്ട് വേറെ എന്തോ അപശബ്ദം കയറി വരുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് കേൾക്കുമ്പോഴും നമുക്കൊരു ഡിസ്റ്റർബ് പോലെ തോന്നും. ആ ഒരു 2 പേര് ഒരുമിച്ച് പാടുമ്പം മറ്റേ ആളുടെ ഒരു വോയിസ് അവിടെ എന്തോ ഒരു ബ്രേക്കായി വരുന്ന പോലെ ഉണ്ട്. അപ്പം നിങ്ങൾക്കത് കേൾക്കുമ്പോൾ മനസ്സിലായിക്കോളും. അപ്പം ഞാൻ കഥ ഒന്ന് പറഞ്ഞുതരാം. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുത്തേക്കുന്ന ബ്രൈറ്റ്നസ് കുറച്ചിട്ടാ. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഫുള്ള് ലൈറ്റാണ്. അപ്പം വീഡിയോ എടുക്കുമ്പോൾ ഒരുമാതിരി ഇരിക്കുന്നു വീഡിയോ, ആ ലൈറ്റ് കാരണം. അപ്പോൾ അതാണ് ഞാൻ ബ്രൈറ്റ്നസ് കുറച്ചിട്ടേക്കുന്നത്. അപ്പം ആദ്യം 2 പാട്ട് കഴിഞ്ഞു, പിന്നെ ദീപാരാധന, അത് കഴിഞ്ഞിട്ട് നമ്മുടെ 3 പാട്ടുണ്ട്. ആ 3 പാട്ടിൽ ലാസ്റ്റാണ് ദേവി ജനിക്കുന്നത്. ആ ലാസ്റ്റ് പാട്ടാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് മുമ്പ് ദാരികനെ കൊല്ലാൻ വേണ്ടിയിട്ട് ശിവൻ ഓരോരോ ആൾക്കാരെ അയക്കുന്നതാണ്. ആദ്യം കന്യകമാരെ അയക്കും, പിന്നെ അസുരനെ അയക്കും. പിന്നെ അവരെല്ലാം മരിച്ചതിന് ശേഷമാണ് ശിവൻ എന്ത് ചെയ്യുന്ന ഓർക്കുമ്പോഴാണ് ശിവന്റെ തൃക്കണ്ണിൽ നിന്നും രക്തം വരികയും അത് നമ്മുടെ ദേവിയായിട്ട് ജനിക്കണമെന്ന് പറയുകയും ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ദേവിയായ ദേവി ഭദ്രകാളി ജനിച്ചിട്ടുണ്ട്. അപ്പം ഇനിയുള്ള വീഡിയോസിലൊക്കെ ദേവിയുടെ കുറേ കാര്യങ്ങളും ദേവിയുടെ കല്യാണം, ദേവി കല്യാണം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ചു വരുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയുന്നത്. അപ്പോൾ ഇനി ദേവിയുടെ ജനനമായത് കൊണ്ട് തന്നെ പൊലിവ് പാട്ടുണ്ട്. പൊലിവ് പാട്ടെന്ന് പറയുമ്പം അവർക്ക് പൈസ കൊടുക്കുന്ന ചടങ്ങാണ്.
ചെണ്ടക്കാര്, സെക്രട്ടറി, പ്രസിഡന്റ്, പിന്നെ അവിടെ കാണാൻ വന്നിരിക്കുന്നവര്, പിന്നെ കന്യകമാര്, അമ്മൂമ്മമാര്, കല്യാണം കഴിച്ചവർ, അങ്ങനെ എല്ലാവരും പൊലിവ് പൈസ ഇടണം. അപ്പോൾ അവരിങ്ങനെ ഓരോരുത്തരെ വിളിച്ച് വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അവർ വിളിക്കുന്നവരൊക്കെ നമ്മളിങ്ങനെ പൊലിവ് പൈസ ഇടുക ചെയ്യുന്നത്. അപ്പം ഇന്ന് കുറച്ച് നേരത്തെ ആരൊക്കെയോ പൈസ ഇട്ടായിരുന്നു. അപ്പം നേരത്തെ ആയിപ്പോയെന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് പാട്ടിൻ്റെ ഓഡിയോ കേൾപ്പിക്കാൻ പറ്റിയില്ല. അപ്പം ആ ഒരു പ്രശ്നം കൊണ്ട് തന്നെയാണ്. അപ്പം നാളെ പ്രശ്നം മാറുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. എന്നാലല്ലേ എനിക്കറിയാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, then സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. എന്നെക്കൊണ്ട് പറ്റുമ്പോൾ ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ പാട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് ചക്കവറ്റൽ തിന്നു. അപ്പം നമ്മുടെ കുഞ്ഞു വീഡിയോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പം നാളത്തെ വീഡിയോ നാളെ കാണാം. അപ്പം ടാറ്റ ഗൈസ്.